നമസ്കാരം. ഇന്നലെ കേരളത്തിലെ ചാനലുകൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF അനുകൂലമായിട്ടാണ്. എല്ലാ ഫലങ്ങളും കാണിക്കുന്നത് UDF അധികാരത്തിലെത്തുമെന്നാണ്. എന്നാൽ ഞാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ വിശ്വാസം കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണെങ്കിലും വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. ഞാനത് പറയുന്നതിന് കാരണം, കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അനുസരിച്ചിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം UDF അധികാരത്തിൽ വരും, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മതന്യൂനപക്ഷങ്ങൾ ഏക്കാലത്തും UDFനോടൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. കമ്മ്യൂണിസത്തിലും സോഷ്യലിസത്തിലും വിശ്വസിക്കുന്ന ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ഉണ്ട്. അവർ UDFയിലേക്ക് പോയിട്ടില്ല എന്നാണ് കരുതുന്നത്. UDF മതന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ചാനലുകാരാണ്. മതന്യൂനപക്ഷങ്ങൾ എന്നും ഏകീകരിച്ച് വോട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മെയ് 9 3 ലക്ഷം ഹിന്ദുക്കൾ ക്ഷേത്ര ദർശനം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ചോറ്റാനിക്കര, ഏറ്റുമാനൂർ, കൊടുങ്ങല്ലൂർ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ അവധി ദിവസങ്ങളിൽ ദർശനത്തിന് പോകുന്ന ഹിന്ദു സമുദായം തെരഞ്ഞെടുപ്പായിട്ടും വോട്ട് ചെയ്യാതെ ദർശനം നടത്തി എന്നുള്ളതാണ് ഇതിലേക്ക് സൂചന നൽകുന്നത്. പക്ഷെ മതന്യൂനപക്ഷങ്ങൾ അങ്ങനെയല്ല. അവർ ക്യൂ നിന്ന് ആദ്യം തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തും. ആ വോട്ടുകളെല്ലാം UDFന് അനുകൂലമായിട്ടാണ് എല്ലാ കാലഘട്ടത്തിലും വീണിട്ടുള്ളതും കിട്ടിയിട്ടുള്ളതും. അതുകൊണ്ട് ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും ഈ വികാരത്തിന് എതിരായിട്ടൊരു അടിയൊഴുക്ക് വേറെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ അടിയൊഴുക്ക് മുസ്ലിം ലീഗ് ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ കൊണ്ടുവന്ന വലിയ ഒരു വർഗീയമായ റിപ്പോർട്ടുകളാണ്. മുസ്ലിം ലീഗ് UDF അധികാരത്തിൽ വന്നാൽ ലീഗിൻ്റെ ഭരണാധിപത്യം ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണി ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. മാത്രവുമല്ല, ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെയാണ് BJP കേരളത്തിൽ വളർന്നു വന്നത്. BJPയിൽ ഏക്കാലവും പ്രവർത്തിക്കുന്നവരെല്ലാം ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് BJPയിലേക്ക് പല മുന്നണികളിൽ നിന്നും BJPയിലേക്ക് ചേർന്നിട്ടുള്ളതും BJPയുടെ വളർച്ചയ്ക്ക് സഹായമായിട്ടുണ്ട്. എന്നാൽ പുതിയ പ്രസിഡന്റ് ചാർജ് എടുത്തതിന് ശേഷം കന്യാസ്ത്രീകളെ അറസ്റ്റ്, മതപരിവർത്തനം നടത്തിയ കന്യാസ്ത്രീയെ ജാമ്യത്തിലിറക്കാൻ ഇവിടുത്തെ BJP നേതാക്കൾ പോയപ്പോൾ BJPക്കകത്തും ഹിന്ദു സമുദായത്തിനും ഈ BJPക്കെതിരായിട്ടുള്ള ഒരു അകൽച്ച BJPയിൽ നിന്ന് ഹിന്ദു സമുദായത്തെ അകറ്റി നിർത്തുന്നതിന് അതിന് കാരണമായിട്ടുണ്ട്. അപ്പം BJPക്ക് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടിയില്ലാതാനും അവരോട് താല്പര്യമുള്ള ഹിന്ദു സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ BJPയെ ഉപേക്ഷിക്കുകയും ചെയ്തതായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. 1-2 സീറ്റുകൾ ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കാം. പക്ഷേ വോട്ട് പെർസെൻറ്റേജ് BJPക്ക് വളരെയധികം കുറയാൻ ഉണ്ടാകുന്ന ഒരു കാരണം ഈ കാരണം കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കില്ല. അത് ഡീൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും കച്ചവടം. ഇവിടുത്തെ ചില മാധ്യമങ്ങൾ വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ CPMനെതിരായി എന്ന് പറയുന്നുണ്ട്. അതിലും വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ CPMനെതിരാവുകയൊന്നുമില്ല. കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന, സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നവർക്കെന്നും അവർ മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ്. വെള്ളാപ്പള്ളിയെ കാലത്തും ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു നിന്നിട്ടുള്ള ഒരു സാമുദായിക നേതാവാണ്. അതൊക്കെ അദ്ദേഹത്തെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം കൊണ്ടുവരുന്ന, ചില പത്രക്കാർ കൊണ്ടുവരുന്ന ചില സാങ്കേതിക നുറുങ്ങുവാദങ്ങളാണ്. ആ വാദങ്ങളിലൊന്നും കഴമ്പുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ മറ്റൊരടിയൊഴുക്ക് ഈ ഹിന്ദു സമുദായത്തിൽ എന്നും BJPക്കും UDFനും LDFനുമായിട്ട് അവരുടെ വോട്ടുകൾ ഛിന്ന ഭിന്നമായി പോകാറാണ് പതിവ്. പക്ഷേ ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഒരടിയൊഴുക്ക് LDFന് അനുകൂലമായിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് സഖ്യം, SDPI
ഉണ്ടാക്കിയ ഭീതി അത് ഹിന്ദു സമുദായത്തിൻ്റെ ഇടയിൽ വലിയ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അടിയൊഴുക്ക് ഈ സർവേ ഫലങ്ങളിലൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആ അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് LDF അധികാരത്തിൽ വരും. ഒരു 74 സീറ്റിന് മുകളിൽ ഇടതുപക്ഷത്തിന് കിട്ടാനും അധികാരത്തിൽ വരാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയുന്നു.